എങ്ങനെയാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്? നമുക്ക് കേരളത്തിലെ 14 മണ്ഡലങ്ങളിൽ നിന്നും കുറേ ആളുകൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലുണ്ട്. നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും. ചേലക്കരയിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമുക്കുണ്ടായിരുന്നത് 3 പേരാണ്. വെറും 3 പേര് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായ ഒരു നിയമസഭാ മണ്ഡലത്തിലേക്കാണ് നമ്മൾ രണ്ടും കൽപ്പിച്ച് തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത്. കൊട്ടം പാറപ്പുറമാണ്. അത് കിളച്ച് ഒരു തുള്ളി വെള്ളം എവിടെയെങ്കിലും പൊട്ടുമെന്നാണ് നമ്മൾ നോക്കിയത്. നമ്മുടെ ആശയങ്ങളാണ് നമ്മൾ ജനങ്ങളുമായി സംവദിച്ചത്. ഉപതെരഞ്ഞെടുപ്പാണ്, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ 5000 വോട്ട് പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോയത്. കാരണം 4000 പോയിട്ട് 3000 വോട്ട് കേരളത്തിൻ്റെ 140 മണ്ഡലങ്ങളിലും പിടിക്കാൻ ശേഷിയുള്ള 1ഓ 2ഓ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ BJPയും കൂടി ആഡ് ഓൺ ചെയ്താൽ 3 പാർട്ടിയാണുള്ളത്, BJPയും കോൺഗ്രസും CPM-ഉം. അവിടെ പോയിട്ടാണ് നമ്മൾ 5000 വോട്ട് പിടിക്കാൻ പരിശ്രമം നടത്തിയത്. ഒരു 7000 8000 വോട്ടിലേക്ക് നമ്മൾ പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല. 98 MLA-മാരും 21 മന്ത്രിമാരും തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ 4-5 ദിവസം അവിടെ. കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പ് 10 ദിവസം എക്സ്റ്റെൻഡ് ചെയ്തു. അതേപോലെ തന്നെ കോൺഗ്രസ് 42 MLA-മാരും 10-20 MP-മാരും. ഒരു പഞ്ചായത്ത് 2 മന്ത്രിക്ക് ചാർജാണ്. 9 പഞ്ചായത്തിലുള്ളത്. ഓരോ വാർഡും MLA-മാർക്കാണ് ചാർജ്, ബൂത്ത് വൈസ്. ഈ രീതിയിൽ മതിലുകൾ സൃഷ്ടിക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഈ 4 ആളെയും വെച്ചിട്ട് ഈ നടന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ചെറിയ കാര്യമില്ല. ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ടഫസ്റ്റ് ആയിരിക്കും ഉപതെരഞ്ഞെടുപ്പ്. കാരണം എല്ലാ ശേഷിയും അവിടെയല്ലേ. 34.5 കോടി രൂപയുടെ ചെലവഴിച്ച കണക്ക് ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇവർ 3 കൂട്ടരും കൂടെ കൂടിയിട്ട് ആവറേജ് 10 കോടിയിലപ്പുറം ഓരോ സ്ഥാനാർത്ഥിയും ചെലവഴിച്ചിരിക്കുകയാണ്. ഒരു ബൂത്തിൽ 6-7 ലക്ഷം രൂപയാണ്. അപ്പം നമ്മളുടെ ഒരു സാന്നിധ്യം കൊണ്ട് അവർ വരിഞ്ഞു മുറുക്കപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും കണക്കൂട്ടാൻ കഴിയാത്ത കൊലത്തിലായി. നമ്മുടെ വളരെ എണ്ണം കുറഞ്ഞ പ്രവർത്തകർ വീട് കയറി ഇറങ്ങുമ്പോൾ 3 പ്രാവശ്യമാണ് പിന്നെ UDF-ൻ്റെയും CPM-ൻ്റെയും പ്രവർത്തകർ കയറുന്നത്. നമുക്ക് എല്ലാ വീട്ടിലൊന്നും എത്താൻ പറ്റിയിട്ടില്ല. എന്നിട്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യും. ആ ഡിവിഷൻസ് മുഴുവൻ ഉണ്ടായിട്ട് ഇത്രയും വലിയ ബാരിക്കേഡുകൾ തീർത്തെടുത്താണ് നമ്മൾ ഈ 3920 വോട്ട് നമ്മൾ പിടിക്കുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ഒപ്പം ചേലക്കരയോടൊപ്പം പാലക്കാടും കൂടെ 13-ാം തീയതി നടന്നിരുന്നെങ്കിൽ ഒരു 8000 വോട്ടിൽ നമുക്ക് എന്തായാലും കുറവ് വരില്ല. നമുക്ക് ഒരു ബന്ധവും ഇല്ലാത്ത നാട്ടിൽ, എനിക്കും വ്യക്തിപരമായിട്ട് കുറച്ച് ബന്ധമുള്ള പിന്നെ സഖാക്കളുമായിട്ടാണ്. അവരാരിപ്പോൾ ഇതിന് രംഗത്ത് വരില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. അവിടെ പോയി ജീപ്പ് അനൗൺസ്മെൻറ്റ് നടത്തി, ജനങ്ങളെ ഉണർത്തി, തൊഴിലാളികളുമായി സംസാരിച്ച്, നമ്മൾ നോട്ടീസ് കൊടുത്ത് അവരോട് ബോധവൽക്കരണം നടത്തി. അപ്പോഴൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഇതിൽ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും അടുത്തതിൽ നമുക്ക് നോക്കാം. വലിയ പ്രതികരണം. വോട്ടിന് പോയവർ ഇവർക്കൊക്കെ അറിയും. ഇരിക്കുന്ന മനോജും പറയുന്ന നേതാക്കളൊക്കെ അവിടെ വോട്ടന്വേഷണം നടന്നാണ്. പന്തളൊക്കെ 10, 13, 14 ദിവസം പ്രസംഗിച്ച് തളർന്ന ആളുകളാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ മാറ്റം ഉണ്ടാക്കിയത്. നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് മലപ്പുറത്ത് കോഴിക്കോടാണെങ്കിൽ എനിക്കിപ്പോൾ കണ്ണുകുട്ടികളോട് പറയാൻ പറ്റും, 20,000 വോട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ടാവും. ഇനി എന്ത് ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും. CPM-ൻ്റെ ഒരു കടുത്ത കോട്ടയിൽ കണ്ണൂരിനേക്കാളും ശക്തിയാണ്. കണ്ണൂരപ്പോൾ ആ കോട്ടകളൊക്കെ പതറി തകർന്ന് നമ്മൾ കണ്ടതാണ്. പിണറായി വിജയൻ്റെ മണ്ഡലമടക്കം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പുറകിലേക്ക് പോയില്ലേ. അപ്പോഴും 5000 വോട്ട് CPM-ന് മുൻതൂക്കമുള്ള മണ്ഡലമാണ് ഏത്? ചേലക്കര. അവിടെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസക്തി, എത്രത്തോളം ആളുകൾ ഇത് സീരിയസ് ആയി കാണുന്നുണ്ടെന്ന്. ഇപ്പോൾ ചർച്ച നടക്കുന്നു. നമ്മൾ പാലക്കാട് മത്സരിച്ചാൽ എന്തായിരുന്നു സ്ഥിതി? പാലക്കാട് നിന്ന് നമ്മൾ പിന്മാറിയില്ലെങ്കിൽ എന്താ സ്ഥിതി? ഏറ്റവും ചുരുങ്ങിയത് മിനാജ് 10,000 വോട്ട് പിടിക്കും. കാരണം എനിക്ക് എൻ്റെ നാട് പോലെ, ഒരു പക്ഷേ എൻ്റെ നാടിനേക്കാളും ആളുകളുമായി ബന്ധമുള്ള നാടാണ് പാലക്കാട്.
14 വർഷത്തോളം പാലക്കാട് ഞാനുണ്ടായിരുന്നു. അവിടുത്തെ ഒരു സാമുദായിക സംഘടനകളും ഒരു പള്ളിയും ഒരു മദ്രസയും ഒരു ചർച്ചും നമ്മൾ ബന്ധപ്പെടാത്തതോ ആയിട്ടുള്ള ഒരു സാമൂഹിക സാമുദായിക സംഘടന ഇവിടെ ഇല്ല. പിന്മാറിയിട്ട് വിളിച്ചിട്ട് തെറി പറഞ്ഞവരുണ്ട്, കരഞ്ഞവരുണ്ട്. കാരണം അവർക്ക് ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ കിട്ടിയൊരു ചാൻസ് നിങ്ങൾ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതൊക്കെ ഇതിൻ്റെ വസ്തുതകളാണ്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ അത് മനസ്സിലാക്കേണ്ടത്. ആ നിലക്കാണ് ഈ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 3920 വോട്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ കോൺക്രീറ്റ് വോട്ടാണ്, കോൺക്രീറ്റ് പ്രവർത്തകരാണ്. ഈ UDFിൻ്റെയും BJPയുടെയും ഈ പറയുന്ന CPMൻ്റെയും അതിപ്രസരത്തിനും അവരുടെ അപ്രമാദിത്വത്തിനും അവരുടെ ഇടപെടലുകൾക്കും കീഴൊതുങ്ങിക്കൊടുക്കാതെ അവരുടെ സ്വന്തം മനസാക്ഷിക്ക് നൽകിയ വോട്ടാണ് ഈ 1920. അത് തന്നെയാണ് നമ്മുടെ ബലം. അപ്പോൾ നമ്മളിനി രാഷ്ട്രീയം നമ്മൾ തിരിക്കാൻ പോവും. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം നമ്മൾ നമ്മുടെ ആശയമായി നമ്മുടെ നയരേഖയിൽ വ്യക്തമാക്കിയ 3-4 കാര്യങ്ങളുമായി കേരളത്തിലെ ജനത്തിൻ്റെ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന നിങ്ങളുൾപ്പെടെ അനുഭവിക്കുന്ന വലിയ വിഷയങ്ങൾ. ഒന്ന്, നമ്മളൊക്കെ കടക്കാരാണ്. കടമില്ലാത്ത ഒരു മനുഷ്യനെ നമ്മുടെ നാട്ടിൽ തിരഞ്ഞാൽ കാണില്ല. ആ കടം എന്ന് പറയുന്നത് നമ്മളെ പലപ്പോഴും മൂടിക്കളഞ്ഞിരിക്കുകയാണ്. ആ മൂടിക്കളഞ്ഞ കടത്തിനുള്ളിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത ജനതയായി കേരളത്തിലെ 3/4 പങ്കും ജനങ്ങൾ മാറിയിരിക്കുകയാണ്. അവിടെ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയിൽ, കാർഷിക മേഖലയിൽ, ഗ്രാമീണ തൊഴിലിടങ്ങളിലോ ജനങ്ങളെ സഹായിക്കുക എന്ന വളരെ സദുദ്ദേശത്തോടു കൂടി ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് സഹകരണ സംഘങ്ങൾ. പരസ്പര സഹായ സഹകരണ സംഘം. അതാണ് പരസ്പരം സഹായിക്കുക. അപ്പോൾ ആ ഗ്രാമത്തിലൊരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു കർഷകന് എൻ്റെ അടുത്ത് 100 ആണെങ്കിൽ 100, നിങ്ങളുടെ അടുത്ത് 10 ആണെങ്കിൽ 10, മറ്റൊരിടത്ത് 50, ഇങ്ങനെ സ്വരുക്കൂട്ടിയ പൈസ ഒരു കർഷകന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് കൊടുത്ത് അവർ കൃഷി ഉണ്ടാക്കി അത് വിറ്റ് കഴിയുമ്പോൾ ആ പൈസ ചെറിയൊരു ലാഭം ഇതിന് കൊടുക്കുന്ന സംവിധാനമാണ് ഈ പരസ്പര സഹായ സഹകരണ സംഘം.